ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നമുക്കൊപ്പം ചേരുന്നു. സാരംഗ തുടരുക. ശ്രീ വിഷ്ണുപുരം, ഏറ്റവും പ്രധാനമായി ഈ സംഭവം, ഈ ജാതിമാറ്റ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത ന്യൂസ് 18 പുറത്തുവിടുന്നു. ഇത് പണ്ടെങ്ങോ നടന്ന ഒരു കാര്യമല്ല. സമീപ കാലയളവിൽ പോലും ഇത്തരത്തിൽ ജാതിമാറ്റം വ്യാപകമായി നടക്കുന്നതിന് തെളിവുകളാണ് ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്താണ് പ്രതികരണം? ഇത് ഈ ആഗസ്റ്റ് 5-ാം തീയതി ഇറക്കിയ വിജ്ഞാപനത്തിൽ പോലും 3 വരെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് വ്യാപകമായിട്ടെന്ന് പറഞ്ഞാൽ അതിനുശേഷമുള്ളതെന്ന് ഞാൻ ബന്ധപ്പെടുന്നുണ്ട്. ഇഷ്ടം പോലെ, അതായത് ഇന്നലെ നടന്നത് വരെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇത് വലിയൊരു ഇതായിട്ടും രാഷ്ട്രീയക്കാർ ഒരു അഭിപ്രായം പോലും പറയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഞങ്ങൾ നാളെ ശക്തമായിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഈ തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറും. അത് കേസെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇതില് ഇപ്പോഴേ ഈ 5-ാം തീയതി മാറിയതിലൊന്ന് നാടാർ ഹിന്ദു നേരെ ക്രിസ്ത്യാനിയാവാം, പക്ഷെ ഹിന്ദു നേരെ ലാറ്റിൻ കത്തോലിക്ക. അത് സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു. അപ്പോ സ്വാഭാവികമായിട്ട് മതം മാറാം, ഭരണഘടന അനുവദിക്കുന്നു. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, താങ്കൾ പറഞ്ഞു കേസുമായി മുന്നോട്ട് പോകണമെന്ന്. ഈ കേസുമായി മുന്നോട്ട് പോകാൻ ആവശ്യമായ തെളിവുകൾ നിങ്ങളുടെ പക്ഷമുണ്ടോ? എന്താ? ഈ കേസുമായി മുന്നോട്ട് പോകാൻ ആവശ്യമായ തെളിവുകൾ താങ്കളുടെ കൈവശമുണ്ടോ, നിങ്ങളുടെ കൈവശമുണ്ടോ? ആയിരക്കണക്കിന് റിട്ടേൺ ആയിട്ടുള്ള ബിഷപ്പ് കൊടുത്ത സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസർ കൊടുത്തത്, തഹസിൽദാർ കൊടുത്തത് മുതൽ ആയിരക്കണക്കിന് തെളിവ്. ഇന്നലെ തന്നെ ഞങ്ങൾ 50ഓളം DGPക്ക് കൊടുത്തല്ലോ. വ്യക്തമായ തെളിവുകളുണ്ട്. എന്തെങ്കിലും ഊഹം പറയുന്ന തെളിവുകളല്ല, രേഖകളോടുകൂടി ഉള്ള തെളിവ് ഉണ്ട്. ഈ ലത്തീൻ സഭയ്ക്കെതിരെയും റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെയുമാണ് നിലവിൽ നിങ്ങൾ DGPക്ക് പരാതി നൽകിയത്, അല്ലേ? അതെ 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 അതെ. ലത്തീൻ രൂപയും ഈ കള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത കാലയളവിലെ വില്ലേജ് ഓഫീസർ, തഹസിൽദാർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ദളിതര്, ഒരു പരിവർത്തന ക്രൈസ്തവന് 1% സംവരണമുള്ളൂ. പുനലൂർ ഭാഗത്ത് വ്യാപകമായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു. അത് 4% സംവരണത്തിന് വേണ്ടി. എല്ലാ വിഭാഗങ്ങളെയും അവർ കൂട്ടിയോജിപ്പിക്കുന്നുണ്ട്. കൊള്ളയ്ക്ക് എല്ലാരും കൂട്ടുനിൽക്കുന്നു. അതൊരു ബിഷപ്പിന്റെ മുഖംമൂടി ഉള്ളത് കൊണ്ട് ആരും തൊടുന്നില്ല. ഇതാണ് സത്യം. ശരി, മനസ്സിലായി. എന്തായാലും കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. വിഷ്ണുപുരം ചന്ദ്രദാസനാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത്. ഇപ്പോൾ അമലദാസൻ പെരേര നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അമലദാസൻ, ഈ ജാതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ, അത് മാത്രമല്ല സമീപകാലത്ത് പോലും ഇത്തരത്തിൽ ജാതിമാറ്റ തട്ടിപ്പ് നടന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. അതെ അതെ അതെ, സത്യമാണ് മാഡം. അതെ, അപ്പോ ഇത് പകര് പോലെ ഇത് പകരുള്ള സത്യമാണ്. പക്ഷെ അവർ ഒഴിഞ്ഞു മാറുന്നുണ്ട്. നെയ്യാറ്റിൻകര രൂപതക്കാര് ഇത് ഒഴിഞ്ഞു മാറുകയാണ്. പ്രത്യേകിച്ച് വിൻസെന്റ് സാമുവലാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നത്. പുള്ളി തന്നെയാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. പുള്ളിയുടെ കത്ത് മേടിച്ച് തന്നെയാണ് ഇവര് ഈ ബാജ് സർട്ടിഫിക്കറ്റ്, അതായത് ലത്തീൻ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുന്നത്. അത് വ്യാപകമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു അറുതി വരുത്താനാണ് ഞങ്ങൾ ഈ കിടന്ന് ശ്രമിക്കുന്നത്. ഞങ്ങളുടെ പിന്നോക്ക കമ്മീഷനിലെ നേരത്തെ കൊടുത്തു പല പരാതി. ഇന്നലെ യൂജിന്റെ രാജൻ പറഞ്ഞത് അങ്ങനെ കൊടുത്തിട്ടില്ല, ഒരു പരാതിയും കൊടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ പല പരാതികളും കൊടുത്തിട്ടുണ്ട്. പിന്നോക്ക കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റിസ് ജയതി കോഷിക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങളുടെ സംവരണങ്ങൾ മറ്റുള്ള ജാതിക്കാർ തട്ടിയെടുക്കുന്നത്, പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര രൂപതക്കാർ തട്ടിയെടുക്കുന്നു എന്നുള്ള രീതിക്ക് ഞങ്ങൾ പല പരാതികളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നലെ യൂജിന്റെ അച്ഛൻ പറഞ്ഞത് അങ്ങനെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന്. അങ്ങനെ ബിഷപ്പ് ഹൗസിന് പരാതിയൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ സർക്കാരിന് പരാതികൾ കൊടുത്തിട്ടുണ്ട്. സർക്കാരിനും പരാതി കൊടുത്ത് പിന്നോക്ക കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റിസ് ജേബി കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ശരി, നന്ദി ശ്രീ അമലദാസൻ പെരേര ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും സാരംഗ് സുധാകറിലേക്ക് പോകുന്നു. സാരംഗ്, ഈ സംഭരണ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന കാര്യം വെളിയിൽ വന്നതോടെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുമായല്ലേ ഇപ്പോൾ സഭ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കും? തീർച്ചയായും ഇതിനു മുൻപ് ഇത്തരത്തിലൊരു പരാതികൾ ഉയർന്നിരുന്നു. നിലവിൽ അങ്ങനെ ഒരു സംഭവമേ നടക്കുന്നില്ല, അത്തരത്തിലുള്ള പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നായിരുന്നു യൂജിൻ പെരേര നമ്മളോട് പ്രതികരിച്ചത്. മാത്രമല്ല ഇതൊരു മറ്റ് രാഷ്ട്രീയ കക്ഷികളോ മറ്റും ഏറ്റെടുക്കുന്നില്ല. അതായത് ഇതിലൊരു മൗനം പലരും പാലിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഒരു വ്യാപകമായ തട്ടിപ്പ് പുറത്തേക്ക് വന്നതിന്റെ ഒരു മൗനം ഈ ഒരു സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല
അല്ല, ഈ ഒരു കൃത്യമായി അവരുടെ പേരടക്കം ഉന്നയിച്ചുകൊണ്ടാണ് ഈ നാടാർ സംഘടനകൾ പരാതി കൊടുത്തത്. അതായത് വിൻസെന്റ് സാമുവൽ, ഒപ്പം തന്നെ മോസിഞ്ഞോൻ ക്രിസ്തുദാസ് എന്നിവർ ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ട് ഇത്തരത്തിൽ കത്തുകൾ നൽകി ഈ ഒരു ജാതിമാറ്റ തട്ടിപ്പിന് കൂട്ടുനിന്നു. ഒപ്പം തന്നെ ഇതിൽ ഈ ഒരു തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരും പിന്നെ ഒപ്പം തന്നെ ഈ ഒരു രൂപതയിലെ ബിഷപ്പും പിന്നെ ഈ ക്രിസ്തുദാസ് എന്ന് പറയുന്ന ആളും ഇത്തരത്തിലൊരു ഗൂഢസംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. ഇത്രയും വർഷം, അതായത് 2010 മുതൽ 2025 മുതൽ എന്ന് പറയുമ്പോൾ എത്ര വ്യാപകമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് മാത്രം ഈ ഒരു ജാതി തട്ടിപ്പ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഇപ്പോൾ നമ്മോട് പങ്കുവച്ചതുപോലെ തന്നെ ഈ ഒരു ഓഗസ്റ്റ് മാസം 5-ാം തീയതി തന്നെ ഇത്തരത്തിൽ 3 പേർ ഇങ്ങനെ ജാതി മാറ്റം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ അടക്കം ഇത്തരത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നിലവിൽ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് പുറത്തേക്ക് വന്നു, പക്ഷേ അത് ഈ ഒരു തെളിവടക്കം നിരത്തിക്കൊണ്ട് നമ്മൾ വിശദീകരിച്ചിട്ടും അവരിതിൽ കൃത്യമായ ഒരു പ്രതികരണം, അത് പൂർണ്ണമായി അത് നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തരത്തിൽ ഈ ഒരു ജാതി മാറ്റം നടത്തിയതിനു ശേഷം പല സർക്കാർ ഉദ്യോഗസ്ഥർ, അതായത് സർക്കാർ തസ്തികയിലേക്കും ജോലികൾ നേടിയെടുത്ത പലരുമുണ്ട്. മാത്രമല്ല ജില്ലാ തലത്തിൽ നടക്കുന്ന PSC നിയമനങ്ങളിൽ ഈ ഒരു സംവരണ ആനുകൂല്യം കൃത്യമായി ഉപയോഗിക്കുന്നു. അതായത് 2 ഈ തരത്തിലുള്ള സംവരണ ആനുകൂല്യങ്ങൾ സാഹചര്യം പോലെ ഉപയോഗിക്കുന്നവരുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇതൊരു സൗകര്യാർത്ഥം ഈ ഒരു സാഹചര്യങ്ങൾ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് ആ ഒരു ജോലിക്കായി ഇത്തരത്തിലുള്ള ജാതി തട്ടിപ്പ് നടത്തി ഈ ഒരു സംവരണം ആനുകൂല്യം തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല നോൺ ക്രീമി ലെയറിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായും ഈ ഒരു നിയമത്തിന്റെ ഒരു പഴുത് ഉപയോഗപ്പെടുത്തുന്നു എന്നാണ്. അതായത് ഈ ഒരു കൃത്യമായ ഒരു നിയമ സംവിധാനം ഉണ്ടായിട്ടും അതിന്റെ ചെറിയ ഒരു പഴുതിലൂടെ നടത്തുന്ന ഒരു തട്ടിപ്പാണ്. മാത്രമല്ല റവന്യൂ ഉദ്യോഗസ്ഥരാണ് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നത്, നടപടി എടുക്കേണ്ടത് അവരാണെന്നാണ് ഇന്നലെ യൂജിൻ പെരേര നമ്മോട് പ്രതികരിച്ചത്. പക്ഷേ ഇതിൽ അവർ മാത്രമല്ല, ഇതിൽ അവരും ഇത്തരത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഇതിൽ ഇങ്ങനൊരു ജാതി തട്ടിപ്പിന് മനഃപൂർവ്വമായി ഇത്തരത്തിൽ സഭാ നേതൃത്വത്തിൽ കത്ത് കൊടുക്കുന്നവർക്കെതിരെയും ഇപ്പോൾ പരാതി ഉയർന്നിട്ടുണ്ട്. ഭവ്യ, തീർച്ചയായും ചൊവ്വര സുനിൽ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ചൊവ്വര സുനിൽ, ഈ കേസുമായി ജാതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. സമീപകാലത്ത് പോലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകളാണ് ഞങ്ങളിപ്പോൾ പ്രേക്ഷകരിലേക്ക് പുറത്തെത്തിച്ചിരിക്കുന്നത്. ഈ നാടാർ സംഘടനയുടെ തീരുമാനം എന്താണ്? കേസുമായി മുന്നോട്ട് പോകാനാണോ? എന്താണ് താങ്കളുടെ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇന്നലെ തന്നെ ഞങ്ങള് 3 സംഘടനകൾ ഒരുമിച്ച് DGPക്ക് പരാതി കൊടുത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. വൈകാതെ തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് തന്നെ പരാതി നൽകുന്നുണ്ട്. ഇത് ഈ വിഷയം ആദ്യമായിട്ടല്ല ഞങ്ങൾ ഉന്നയിക്കുന്നത്, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ മുഖ്യപ്രതിയായിട്ട് നിൽക്കുന്നത് ഇവരോടൊപ്പം തന്നെ റവന്യൂ അധികാരികളാണ്. യാതൊരു വ്യവസ്ഥയും കൂടാതെ ഹിന്ദു നാടാറായിട്ടുള്ളവരെ ഒറ്റയടിക്ക് ജാതിയും മതവും മാറ്റുക. അപ്പൊ ഇങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് ഇതിൽ നടന്നിട്ടുള്ളത്. ശരി, ഇപ്പോൾ ഈ ഒരു സംഭവം അന്വേഷണമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകേണ്ടി വരും. അതിനുവേണ്ട തെളിവുകൾ ശേഖരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും?